Welcome to a new episode and let's crack IGNOU exams using ChatGPT. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് എക്സാമിന് തൊട്ട് മുന്നേ ആയിരിക്കും എല്ലാവരും ബുക്ക് തുറന്ന് നോക്കുന്നത് അല്ലേ. എനിവേ IGNOU ജൂൺ 2025 എക്സാമിന് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ പുതിയ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. ജൂൺ 12 തൊട്ട് ജൂലൈ 19 വരെയാണ് നമുക്ക് എക്സാം വരുന്നത്. ഏതൊരു എക്സാമിന് പഠിക്കുമ്പോഴും ആദ്യം വേണ്ടത് പ്ലാനിംഗ് ആണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ടു ലാസ്റ്റ് ഡേ ടെൻഷൻ സ്ട്രെസ്സ് ഒന്നുമില്ലാതെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് സിലബസ് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ചാനലിൽ നമ്മൾ നടത്തുന്ന ചാലഞ്ചിൽ 15 ഡേയ്സിൽ 1 ഡേ 1 പോയിറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. മേ ബി മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. എക്സാമിന് ചൂസ് ചെയ്യാം. നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചൂസ് ചെയ്തിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് സിലബസ് നോക്കിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ ചെയ്തു വെക്കണം. ദെൻ എല്ലാം ഈസിയാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു ടൈം സെറ്റ് ചെയ്യുക എന്നതാണ്. ചിലർക്ക് മോർണിംഗിലായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക, മോർണിംഗിൽ പഠിക്കുമ്പോഴായിരിക്കും നന്നായിട്ട് മനസ്സിലാവുക. എന്നാൽ ചിലരോ നൈറ്റ് ഓൾസ് ആയിരിക്കും, നൈറ്റിലായിരിക്കും അവർക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്യുക. എന്നിട്ട് മോർണിംഗ് ആണെങ്കിൽ 1 hour ഏർലി എഴുന്നേൽക്കാൻ നോക്കുക. നൈറ്റ് ആണെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന ടൈം ഇതിനു വേണ്ടി മാറ്റിവെക്കുക. ഇനി ജോലിയുള്ളവർ, അതേപോലെ മദേഴ്സ്, മറ്റു കോഴ്സസ് ഓഫ്ലൈനായിട്ട് പഠിക്കുന്നവർ ഒക്കെ ടൈം കിട്ടുന്നില്ലെങ്കിൽ ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് ഫുഡ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളെ നോക്കുമ്പോൾ വീട്ടു ജോലി ചെയ്യുമ്പോൾ ഒക്കെ കേൾക്കുക. ഇങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ 1-2 തവണ കേൾക്കേണ്ടി വന്നേക്കാം. കറക്റ്റായിട്ട് മനസ്സിലാവാൻ 1-2 തവണ നമ്മൾ കേൾക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും അത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനായിട്ട് ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. കൂടെ ഫോണിൽ തന്നെ നോട്ട്സ് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയത് എഴുതി വെക്കുക, അല്ലെങ്കിൽ കീവേഡ്സ് എഴുതി വെക്കുക. എന്നിട്ട് ഫ്രീ ആവുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഒരു എസ്സേ എഴുതി നോക്കുക. ഓർമ്മയില്ലെങ്കിൽ വീണ്ടും ആ വീഡിയോ തന്നെ കേൾക്കുക. ഇനി നോട്ട്ബുക്കും പെന്നും എടുത്ത് എഴുതാൻ ടൈമില്ലാത്തവർക്ക് നമ്മുടെ ഫോണിൽ തന്നെ നോട്ട്സ് എടുത്ത് അതിൽ എസ്സേ എഴുതി നോക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെ നന്നായിട്ടൊരു എസ്സേ എഴുതാം എന്ന് പഠിച്ചു വെക്കുന്നത്. അതിനുവേണ്ടി ഒത്തിരി പ്ലാറ്റ്ഫോംസ് ആൻഡ് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് ChatGPT യൂസ് ചെയ്യുക. ChatGPTയിൽ സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസറിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചേർക്കുക. എന്നിട്ട് എഴുതിയ പേപ്പർ തലേന്നത്തെ കൂടെ വായിക്കുക. അതായത് നമ്മൾ ഓരോ ദിവസവും ഓരോ എസ്സേ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് അടുത്ത ദിവസം എഴുതിയതിൻ്റെ കൂടെ തലേന്ന് എഴുതിയതും കൂടെ വായിക്കുക. എല്ലാം ഒന്ന് കവർ ചെയ്യുക. റിവിഷൻ പോലെ എല്ലാം ഒന്ന് വായിക്കുക. എന്നിട്ട് എക്സാമിന് പോയാൽ നമുക്ക് ചിലപ്പോൾ എല്ലാ സിലബസിലുള്ള മൊത്തം കാര്യങ്ങൾ എക്സാമിന് എഴുതാൻ പറ്റി എന്ന് വരില്ല. എന്നിരുന്നാലും നമ്മൾ പഠിച്ചത് അത് കുറച്ചാണെങ്കിലും നല്ലപോലെ ഓർമ്മയിലുണ്ടാകും. അത് നമുക്ക് ഓപ്ഷൻസായിട്ട് ചൂസ് ചെയ്തിട്ട് എക്സാമിന് എഴുതാൻ പറ്റും. ഇനി ChatGPT ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. നമ്മൾ പഠിച്ച ഒരു പാഠഭാഗം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ChatGPTയിൽ ചോദിക്കാം. അപ്പോൾ അവിടെ വരുന്ന ആൻസേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആൻസേഴ്സ് ആണോ എന്ന് നോക്കാം. അല്ലെങ്കിൽ അവിടെ വരുന്ന ആൻസേഴ്സ് നമുക്ക് മനഃപ്പാഠമാക്കാം. എന്നിട്ട് എക്സാം ഹോളിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് ആ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇലാബറേറ്റ് ചെയ്യാൻ സാധിക്കും. ChatGPTയിൽ വരുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്യുന്നത് വലിയ ആൻസേഴ്സ് വരുമ്പോൾ നമുക്ക് പഠിക്കാനും മടിയായിരിക്കും. ChatGPT ഓവറോൾ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടാണ് നമുക്ക് ഷോർട്ട് ആൻസർ ആക്കിയിട്ട് തരുന്നത്. അതിനുശേഷം പഠിച്ച കാര്യങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് വളരെ നല്ല ഓപ്ഷനാണ്. ഇത് സ്വയം വിലയിരുത്താനും മെമ്മറി പവർ കൂട്ടാനും സഹായിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.